മോറൽ പോലീസിംഗ് അല്ലേ? ഇവരാരാ എന്നോട് പറയാൻ എവിടെ ഇരിക്കണമെന്നും എവിടെ ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്നും? തീർച്ചയായിട്ടും എന്റെ രാജ്യവും എന്റെ അവകാശമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിനാർക്കും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് തലസ്ഥാന നഗരിയിൽ നവകേരള സദസ്സ് സമാപിക്കുന്നതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാവിലെ മുതൽ നടക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഒരുമിച്ച്, എംപിമാരും MLA-മാരും എല്ലാം തന്നെ ഒരുമിച്ച് ഇന്ന് പ്രതിഷേധത്തിനായി ഇറങ്ങിയതോടുകൂടി തലസ്ഥാനത്ത് ഒരു യുദ്ധക്കളമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെയും യാതൊരു തരത്തിലും സമാധാനപരമായിട്ട് ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഈ ഒരു സമാപന സമ്മേളനം, നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം അവസാനിക്കുന്നത് വരെ തന്നെ പ്രതിഷേധം ശക്തമാക്കാനും മാത്രമല്ല രാത്രിയും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വ്യാപകമായ സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത്. നവകേരള സദസ്സിന്റെ ബാനറുകളെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു. പോലീസിന് നേരെയും കല്ലേറുമുണ്ടായി. പ്രവർത്തകർ അക്രമാസക്തർ ആയതോടെയാണ് പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചത്. ഇതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട KPCC പ്രസിഡന്റ് K സുധാകരൻ, മറ്റ് MLA-മാരായ അൻവർ സാദത്ത്, ചാണ്ടി ഉമ്മൻ, MP ജബി മേത്തർ തുടങ്ങിയവരെല്ലാം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു വേറിട്ട ഒറ്റയാൾ സമരമുറയുമായി ഇറങ്ങിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ജഗതിയിൽ പുതുപ്പള്ളി ഹൗസിന് മുൻപിലാണ് ഒരു കസേരയിട്ട് അദ്ദേഹം കറുപ്പ് ഷർട്ടും അതുപോലെ കറുപ്പ് മുണ്ടും ധരിച്ചുകൊണ്ട് ഇരുന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ഒരുപാട് നേരമായി അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഇല്ല. ഒറ്റയാൾ പോരാട്ടമാണ് ഈ ഒരു നടന്നിട്ടുള്ള പ്രതിഷേധത്തിൽ. സമരക്കാരെ അടിച്ചമർത്തിയതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നേതാക്കൾ നിന്നിരുന്ന വേദിക്ക് സമീപമായിരുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കണ്ണീർ വാതക സെൽ പതിച്ചതോടെയാണ് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും പലരും അതിനുശേഷം തിരിഞ്ഞോടിയതും. മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. മറ്റു മുതിർന്ന നേതാക്കൾക്കൊന്നും തന്നെ സ്റ്റേജിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിക്രമം ഉണ്ടാകുന്നതാണ് ഇന്ന് കണ്ടത്. സുധാകരനെയും അതുപോലെ തന്നെ MM ഹസനെയും എല്ലാം പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റി. മറ്റുള്ള വനിതാ മാധ്യമ പ്രവർത്തകർക്കും വനിതാ പ്രവർത്തകർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമാണ് പോലീസ് ഇന്ന് മാർച്ചിനെ നേരിട്ടതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുമാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇത്തരത്തിൽ ഉണ്ടായതിനെതിരെ ഉയർന്നു കേൾക്കുന്നത്. സംഭവത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ വേദി വിട്ടെങ്കിലും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തി. ഇവർ പോലീസിന് നേരെയും മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു. KPCCയുടെ DGP ഓഫീസ് മാർച്ചിന് നേരെ നടന്നത് ഏതായാലും പോലീസിന്റെ ഏകപക്ഷീയമായ ആക്രമണമാണെന്ന് തന്നെ നമുക്ക് തറപ്പിച്ചു പറയാം. സമാധാനപരമായി പുരോഗമിച്ച മാർച്ചിന്റെ വേദിയിലേക്കാണ് അപ്രതീക്ഷിതമായി ഈ ടിയർ ഗ്യാസ് സെല്ല് പൊട്ടിച്ച് പ്രകോപനം ഉണ്ടാക്കിയത് പോലീസാണെന്നും നേതാക്കൾ പറയുന്നുണ്ട്. പ്രവർത്തകർക്ക് നേരെയും ജലപീരങ്കി, യാതൊരു തരത്തിലുള്ള പ്രകോപനവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു മുന്നേറ്റമാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് പ്രവർത്തകർ തിരിച്ച് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്നത്. കേരളത്തിൽ നടക്കുന്നത് ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് എന്നാണ് ഈ ഒരു സംഭവത്തിന് ശേഷം മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രൂക്ഷമായ വിമർശനം ഇതിനെതിരെ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ഏതായാലും ഇന്ന് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് അതിക്രമം ഉണ്ടായ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. എല്ലായിടത്തും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും നഗരങ്ങളിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടക്കും. യൂത്ത് കോൺഗ്രസ് മാർച്ചിലും KSC മാർച്ചിലും പോലീസ് അതിക്രമം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇന്ന് DGP ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഒരു യുദ്ധക്കളമായി തലസ്ഥാനത്ത് മാറിയത്. ഏതായാലും അതിനിടയിൽ തന്നെ ഒറ്റയാൾ പോരാട്ടം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ ഏതായാലും ഇതിനെതിരെ കടുത്ത രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറ്റുള്ള മുതിർന്ന നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ. മോറൽ പോലീസിംഗ് അല്ലേ? ഇവരാരാ എന്നോട് പറയാൻ എവിടെ ഇരിക്കണമെന്നും എവിടെ ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്നും? തീർച്ചയായിട്ടും എന്റെ രാജ്യവും എന്റെ അവകാശമാണ്. ഞാൻ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്. ആ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിലേക്ക് ടിയർ ഗ്യാസ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സാഹചര്യം? KPCC പ്രസിഡന്റ് അവിടെയുണ്ട്. ഏറ്റവും മുതിർന്ന നേതാവ് MP ശ്രീ ശശി തരൂരുണ്ട്. MP ആണ് അദ്ദേഹവും. അടൂർ പ്രകാശ് MP ഉണ്ട്. മറ്റ് MPമാരുണ്ട്. അവരൊക്കെ ഉള്ള വേദിയിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കും? ഇത് മുകളിൽ നിന്നുള്ളൊരു നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് ഇങ്ങനെ പെരുമാറിയത്. അത് തന്നെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ വരികയാണ്. പിന്നെ എന്താ ജനാധിപത്യത്തിന് ആരുടെ നാട്ടിലിരിക്കും? എന്റെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്ന ആർക്കെന്താ പ്രശ്നം? എത്ര സമയം ഇരിക്കണം എന്റെ ഇഷ്ടമാണ്.